ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അൽഹംദുലില്ലാ, അങ്ങനെ 10ാമത്തെ നോമ്പ് പോകാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നോമ്പറിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ അത്താഴത്തിന് ചോറും അതുപോലെ തന്നെ ചെമ്മീൻ കറിയും ആയിരുന്നു. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി അത്താഴ നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷം നോക്കാം. അപ്പോൾ അതിന് തന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കറിക്ക്. അങ്ങനെ ബീഫും കാര്യങ്ങളൊക്കെ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ പത്തിരിക്കുള്ള മാവും കൂടി കുഴച്ചെടുത്തു. പിന്നെ മിനി പിസി അതുപോലെ ബനാന കട്ട്ലേറ്റും ആണ്. അപ്പം പിസക്കുള്ള ബാറ്ററും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കട്ട്ലേറ്റിനുള്ള പഴവും കാര്യങ്ങളൊക്കെ ഉടച്ചെടുത്ത് അത് സെറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം പിന്നെ പത്തിരി ചുട്ടെടുത്ത് പിന്നെ പത്തിരിയും കറിയും കാര്യങ്ങളൊക്കെ റെഡിയായതിനു ശേഷം പിന്നെ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ വേണ്ടി വന്നു. കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മിനി പിസക്കുള്ള ഫില്ലിങ്സും കൂടി റെഡിയാക്കി എടുക്കാൻ നിന്നു. ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കനും അതുപോലെ തന്നെ മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പൗഡറാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് പിന്നെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓഫാക്കുന്ന ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ദേ ഞങ്ങൾ ഡോയൊക്കെ ഇവിടെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ അത് കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ട് ഇതേപോലെ ഒരു അടപ്പോ അല്ലെങ്കിൽ കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെറിയ ചെറിയ ഡോയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിസ്സ സോസ് എല്ലാത്തിലും മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മൊസറല്ല ചീസും കൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ പിസ്സയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ഷേക്കും കൂടി അടിച്ചെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഇളനീർ ഷേക്കാണ്. അപ്പോൾ അത് കാമ്പും അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് പിന്നെ മിൽക്ക് മേടും അതുപോലെ തന്നെ പഞ്ചസാരയും ഇട്ടിട്ട് പാലും ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. അതിനുശേഷം ഞാൻ ഇവിടെ വാനില ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ജ്യൂസും അതുപോലെ തന്നെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ സെർവ് ചെയ്തു. ജ്യൂസൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചു. അപ്പം ഓരോന്നോരോന്നായി ടേബിളിലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ബാങ്ക് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്